ഹായ്. നമുക്കിന്ന് പ്ലാനിങ് എങ്ങനെയൊക്കെ ചെയ്യാം, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതായത് നമ്മൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത് സൈറ്റിലേക്ക് പോയിട്ട് സൈറ്റിൻ്റെ കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കണം. സൈറ്റ് എങ്ങനെയാണ്, സൈറ്റിൻ്റെ ചുറ്റുവട്ടത്തുള്ള സറൗണ്ടിങ് എങ്ങനെയൊക്കെയാണ്, അടുത്തുള്ള വീടുകൾ, അവരുമായിട്ടുള്ള നെയ്ബേഴ്സിൻ്റെ എങ്ങനെയാണ്, ആൾക്കാരൊക്കെ എങ്ങനെയാണ്, അതൊക്കെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിലെ എയർ കണ്ടീഷനും ലൈറ്റ്, വെൻറ്റിലേഷൻ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡ് ഡയറക്ഷൻ നോക്കണം. സൺ പാത്ത്, ഇതിൻ്റെ ഫേസിങ് എങ്ങോട്ടേക്കാണ് വരുന്നത്. നമുക്ക് എല്ലാ സൈറ്റിലും റോഡ് ആക്സിസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാവില്ല. അപ്പോൾ ആ റോഡ് ആക്സിസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ്. ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുക, ഒരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ട് എങ്ങനെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. അവർ സംസാരിക്കുന്നതിലൂടെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കണം. അവർക്ക് എങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് വേണ്ടതെന്നുകൂടെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കണം. അവർ ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈലും കൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കണം. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ഒരു സ്റ്റെപ്പ് മേലോട്ടേക്ക് അവരെ ഉയർത്താനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് അറിയാം, ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയൊരു സ്കാമാണ് ഈ ഗൂഗിളിൽ നിന്നൊക്കെ പ്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ പ്ലാൻ ഇങ്ങനെ മോഡൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പ്ലാന് ഈ ക്ലയൻസിന് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ വരുന്ന ആൾക്കാരാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ ഓതറൈസ്ഡ് അല്ലാത്ത ഒരാളുടെ അടുത്ത് പോകുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള ഈ പ്ലാനുകളൊക്കെ കാണിച്ചു തരും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഒരു നല്ലൊരു പ്ലാന് നോക്കി സെലക്ട് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കാണുന്നത് ഓരോ വീട്ടിലെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈം പോകുമ്പോഴാണ് ഓരോരോ വീട് കാണുന്നതും. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ കുറേ ആർക്കിടെക്ട്സുമാരുടെ പ്രൊജക്ട്സ് റിലീസ്ഡ് ആണ്. കോളോ ആപ്പ് പോലുള്ള ആപ്പുകളും അല്ലെങ്കിൽ കോളോയുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള പ്രൊജക്ട്സ് കാണാം. ഇതിൻ്റെ അകത്തുള്ള പ്ലാൻ ഒന്നും ഒരു ഗൂഗിളിൽ നിന്നും എടുത്തിട്ടുള്ള പ്ലാനല്ല. അതൊക്കെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് ഒരു പുതുതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ആ ക്ലയൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഉപകരിക്കുന്നൊരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ഒരു താല്പര്യമില്ലാത്ത ചില പ്ലാൻ എടുക്കുകയാണെങ്കിൽ ആ പ്ലാനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും രണ്ടും കൂടി ഒത്തുചേർന്ന് പോകാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് വാസ്തുദോഷം ഉണ്ടാവും, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ പറയുന്നുണ്ടാവും. എന്നിട്ട് അങ്ങനെ നിങ്ങൾ ആ വീട് ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ ആ വീട് ചിലപ്പം വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫംഗ്ഷനായിട്ട് അത് ഒത്തുപോകുന്നുണ്ടാവും. അപ്പോൾ അത് അവർക്ക് ഓക്കെയാണ്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഈ വാസ്തുദോഷമല്ല അത്. നിങ്ങളുടെ ഈ രണ്ട് ഫംഗ്ഷനും കൂടി ഒന്നിച്ച് വർക്കാവാതിരിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു 230 വോൾട്ടിലൊരു ബൾബ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 130 വോൾട്ട് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തില്ല. അതുപോലെ തന്നെയാണ് ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം. പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാണുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പേപ്പർ, അതിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് തന്നെ അറിയാം. അതായത് ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ട്സ് ആയാലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനിൻ്റെ അകത്ത് ഉണ്ടാവുക ബെഡ്റൂം, കിച്ചൺ ഇങ്ങനത്തെ സാധനമൊക്കെ തന്നെയാണ്. എൻജിനീയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവുക. ഇനി അല്ലാതെ വേറെ ഇപ്പോൾ നമുക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചെയ്യുന്ന പ്ലാനിങ്ങിലും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി അതുമല്ല, നിങ്ങൾ ക്ലയൻറ്റ്സ് സ്വയം വരച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇനി ഇപ്പോൾ ഒരു ആശാരിമാരുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വരച്ചാലും അതുപോലെ തന്നെ ഉണ്ടാവുക. എല്ലാവരും വരക്കുന്ന പ്ലാന് കാണാൻ ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ അതിനകത്തുള്ള സോണിങ്, റിക്വയർമെൻറ്റ്സ്, പിന്നെ സർക്കുലേഷൻ, അതായത് ആ കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലാനിങ്, ഈ ആർക്കിടെക്ചർ പ്ലാനിങ്ങും ബാക്കിയുള്ള പ്ലാനിങ്ങും തമ്മിൽ ഡിഫറൻ്റായി മാറ്റുന്നത്. ഈ ഒരു സോണിങ് ചെയ്യുമ്പോഴായാലും സർക്കുലേഷൻ ചെയ്യുമ്പോഴായാലും അത് കൃത്യമായി ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു പ്ലാന് നമുക്ക് എഫിഷ്യൻ്റായി മാറ്റാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുക്കുന്ന പോലെയാണിത്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് മാത്രമേ ഉള്ളൂ, ജീവൻ ഉണ്ടാവില്ല. സോ നിങ്ങൾ ആലോചിച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതേപോലുള്ള ഇനീഷ്യലി നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് വെച്ചിട്ട്
അതന്ന് ചെയ്യാണ്ട് 5-10 കൊല്ലം കഴിഞ്ഞിട്ട് വാസ്തുദോഷമാണെന്ന് പറഞ്ഞിട്ട് ഒരു ലോജിക്കില്ലാത്ത കാര്യത്തിലേക്ക് പോവാതിരിക്കുക. സോ ബൈ.